പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിഷയം ദേവസ്വവും ബ്രഹ്മസ്വവും എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യം ഈ വീഡിയോ കാണുന്നവർ തുടർന്ന് കിട്ടുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് പങ്കിടുവാൻ വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇത് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും പറഞ്ഞെന്ന് മാത്രം. ആദ്യം ദേവസ്വത്തെ ചിന്തിക്കാം. എന്താണ് ദേവസ്വം? മുൻകാലങ്ങളിൽ രാജഭരണകാലമായിരുന്നു. അന്ന് ഓരോ ദേശത്തും രാജാക്കന്മാർ അല്ലെങ്കിൽ സമാനമായ അവിടുത്തെ പ്രമാണികൾ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആചാരാനുഷ്ഠാന ക്രമം എന്ന നിലയിൽ ധർമ്മത്തിൻ്റെ ഭാഗമായി ബ്രഹ്മ എന്നുള്ള മഹാചൈതന്യത്തെ സങ്കല്പം ചെയ്ത് ദേവതാരൂപത്തിൽ ബിംബത്തിൽ ആവാഹിച്ച് അങ്ങനെ പ്രതിഷ്ഠ നടത്തുക എന്നുള്ളതൊക്കെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത് ഓരോ യുഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. സത്യയുഗത്തിൽ ക്ഷേത്രങ്ങളൊന്നുമില്ല. അന്ന് യാഗത്തിനാണ് പ്രാധാന്യം. യാഗമല്ല, ധ്യാനം. അന്ന് പൂർണ്ണ ജ്ഞാനികളായിരുന്നു. അതുകൊണ്ട് അന്ന് ധ്യാനം, വിചാരം അതൊക്കെയാണ്. താൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരു സത്യം ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റൊരു ദൈവം അവിടെ ഇല്ല, പ്രസക്തിയില്ല. കൃതയുഗം മാറി ത്രേതായുഗം വന്നപ്പോഴാണ് ക്ഷേത്ര സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ രൂപം കൊള്ളുന്നത്. അക്കാലത്ത് രാജാക്കന്മാരോ സമാന്തരക്കാരോ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവാനും ശാസ്ത്രവിധി പ്രകാരം ജീവിക്കുവാനും തെറ്റായ മാർഗത്തെ ഭയക്കുവാനും വേണ്ടിയാണ് ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അവിടത്തെ ഭരണാധികാരി ക്ഷേത്ര നടത്തിപ്പിന് ആവശ്യമായ ഭൂമിയും ആഭരണങ്ങളും പാത്രങ്ങളും മറ്റും കൊടുക്കും. ക്ഷേത്ര സമ്പ്രദായത്തിനെ സൂക്ഷിക്കുവാനും ദേവനെ പൂജിക്കുവാനും ശാന്തി, കഴകം അടിച്ചു തളിക്കാൻ ആവശ്യമായ ജോലിക്കാരും ഉണ്ടാവും. അവർക്കൊക്കെ ചെറിയ വേതനവും ഉണ്ടാവും. ദേവൻ്റെ പേരിൽ വരുന്ന വഴിപാടുകളല്ല അന്ന് സമർപ്പണമാണ്. ഇന്നത്തെ പോലെ പലചരക്ക് പീടികയിലെ പലവ്യഞ്ജന സാധനങ്ങളുടെ ഒരു പട്ടിക തൂക്കിയിട്ടിട്ടുണ്ടാവും, വിലവിവര പട്ടിക എന്ന് പറഞ്ഞതുപോലെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഓരോരോ പൂജകൾ
അത് ഇന്നത് ചെയ്താൽ ഇന്നത്തെ ഗുണങ്ങളുണ്ടാവും എന്നെല്ലാം പരസ്യം ചെയ്ത് ഒരു പലചരക്ക് കട പോലെ ആക്കി വച്ചിരിക്കുകയാണ്. അതൊന്നുമല്ല അന്നത്തെ കാലത്ത്. സമർപ്പണമാണ് ഇതേവന് വേണ്ടത്. നിലവിലുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എല്ലാം ദേവസ്വം പേരിലാവും. അതിനെയാണ് ദേവസ്വം എന്ന് പറയുന്നത്. ശാന്തി ചെയ്യുന്നത് ബ്രാഹ്മണരാണ്, എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനമുള്ളവരാണ്, അല്ലാതെ ജാതി അടിസ്ഥാനത്തിലൊന്നല്ല. അന്ന് ജാതി ഉണ്ടായിരുന്നില്ല, വർണ്ണവ്യവസ്ഥയാണ്. അവർക്ക് സ്വന്തം വീട് ഉള്ളവർ കുറവായിരിക്കും. അപ്പോൾ അവിടെ അവർ താമസിച്ച് ക്ഷേത്ര കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ഭൂമിയിൽ വീട് വെക്കാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ടാവും. കഴകത്തിനും അതുപോലെ തന്നെ. അന്നത്തെ കാലത്ത് ശാന്തിയും കഴകവും ദാരിദ്ര്യമുള്ളവരാണ്. കാരണം ഈ ക്ഷേത്രത്തിൽ അങ്ങനെ വരുമാനം ഇല്ലല്ലോ, ജീവിച്ചു പോകാം എന്ന് മാത്രം കഷ്ടിച്ച്. ശാന്തി ദേവാലയം എല്ലാം കഴിഞ്ഞാൽ ബ്രാഹ്മണ്യം വരാതിരിക്കാൻ വേണ്ടി വേദ ഇതിഹാസ പുരാണ പാരായണം, ജപം, ധ്യാനം പോലുള്ള അനുഷ്ഠാനങ്ങളിലാവും. അതാണല്ലോ അവരുടെ ധർമ്മവും. ശാന്തിക്കാർക്ക് ക്ഷേത്രം സംബന്ധമായതോ ശാസ്ത്ര സംബന്ധമായതോ ഉള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് വിധി. മറ്റ് കർമ്മങ്ങൾ ഒന്നും അവർക്ക് വിധിച്ചിട്ടില്ല. ആ മാർഗം തെറ്റിയാൽ ബ്രാഹ്മണ്യം നഷ്ടമാവും. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്. എതിർച്ചയാ കിട്ടുന്നതിൽ തൃപ്തനായിരിക്കണം. അവരാണ് ബ്രാഹ്മണർ. ക്ഷേത്രത്തിൽ ഭക്തത്തിരക്കൊന്നും അക്കാലത്ത് ഉണ്ടാവില്ല. വർണ്ണാടിസ്ഥാനത്തിൽ ക്ഷേത്ര ദർശനത്തിന് അതിരുകളുണ്ടായിരുന്നു. വഴിപാട് വ്യാപാരമൊന്നുമില്ല. അന്നൊക്കെ സമർപ്പണമാണ്. സാധാരണ വഴിപാട് ദേവന് നേദ്യം കൊടുക്കലാണ്. അങ്ങനെ കൊടുക്കുന്നവർ അരിയും ശർക്കരയും തേങ്ങയും ദക്ഷിണയും ക്ഷേത്രത്തിൽ എത്തിക്കും. അത് പായസം വെച്ച് ദേവന് നിവേദിച്ചിട്ട് പ്രസാദമായി തിരിച്ചു കൊടുക്കും. കുറച്ച് അരിയും ഒരു മുറി തേങ്ങയും ബാക്കി വന്നാൽ അത് ശാന്തിക്കാർ കൊണ്ടുപോകും. അവരുടെ വീടിനുള്ള വരുമാനം അത് മാത്രമാണ്. ക്ഷേത്രത്തിൽ നിന്നും കാര്യമായി ഒന്നും കിട്ടാനില്ല. കഴകത്തിന് നേദ്യച്ചോറുണ്ടാവും. വഴിപാട് എല്ലാ ദിവസവും ഉണ്ടാവില്ല. അന്നൊക്കെ യാത്രാ സൗകര്യം ഇല്ലാത്തതിനാൽ ആ നാട്ടിലുള്ളവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും കർഷകരാണ്. ഭൂരിപക്ഷം ജനങ്ങളും ഭക്തിവിശ്വാസമുള്ളവരും അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരുമാണ്. ചതിയും വഞ്ചനയും ഇല്ലാത്തവരും അന്യൻ്റെ മുതൽ മോഹിക്കാത്തവരും പരോപകാരം ചെയ്യുന്നവരുമാണ്. കുറച്ച് ദുഷ്ടന്മാർ എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. ദേവസ്വം മുതൽ കട്ടാൽ ദേവൻ കോപിക്കുമെന്നും കുലം നശിക്കുമെന്നും ഒരു വിശ്വാസം അന്നും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നു.
അതിനാൽ ദേവസ്വം മുതൽ ആരും അപഹരിക്കാറില്ല. അഥവാ ദേവൻ്റെ സ്വത്ത്. ജനാധിപത്യ സംവിധാനം വന്നതോടെ ക്ഷേത്രങ്ങളെല്ലാം ദേവസ്വം ബോർഡായി രൂപീകരിക്കപ്പെട്ടു. ക്ഷേത്രത്തിൽ പലവ്യഞ്ജനക്കടയിൽ പല സാധനങ്ങളുടെയും വിലവിവര പട്ടിക എഴുതിയ നീണ്ട ഒരു ബോർഡ് കാണാനുണ്ടാവും. അതുപോലെ ദേവൻ്റെ പേരിലും പല പല പേരിൽ വഴിപാടുകൾ രൂപീകരിച്ചു. നീണ്ട ഒരു വഴിപാട് ബോർഡ് സ്ഥാപിക്കപ്പെട്ടു. ഉപാസനാ കേന്ദ്രങ്ങൾ എല്ലാം വഴിപാട് കച്ചവട സ്ഥാപനങ്ങളായി മാറി. ജനങ്ങളിൽ വഴിപാട് ചെയ്താൽ കാര്യം സാധിക്കും എന്ന തെറ്റായ ധാരണ രൂപം കൊണ്ട് ശരിയായ ഭക്തി ആരിലും കാണാനില്ല. കാര്യസാധ്യത്തിനുള്ള തിരക്കാണ് ക്ഷേത്രങ്ങളിൽ ഇന്ന് കണ്ടുവരുന്നത്. ദേവസ്വത്തിന് ഇപ്പോൾ നല്ല വരുമാനമുണ്ട്. പക്ഷേ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന പോലെ ജീവനക്കാർ തന്നെ തിന്നു തീർക്കുന്നു. ബ്രാഹ്മണ്യം ഇല്ലാത്ത ശാന്തി, ശുദ്ധിയില്ലാത്ത കഴകം, കള്ളക്കണക്ക് എഴുതുന്ന ദേവസ്വം അധികാരികൾ, ശാന്തിയുടെ കയ്യിലെ വഴിപാടായി കിട്ടുന്ന പണം ദേവസ്വം കാണാറില്ല. ജനാധിപത്യ സംവിധാനങ്ങൾ എല്ലാം അങ്ങനെയാണല്ലോ. ദേവസ്വം കട്ടവരാരെയും ദേവൻ കോപിച്ചതായി അറിവില്ല. അവരെല്ലാം സമ്പന്നന്മാരായിരിക്കുന്നു. ആരെങ്കിലും അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടുണ്ടായതാണ്. ഇനി ബ്രഹ്മസ്വത്തെ ചിന്തിക്കാം. ബ്രഹ്മസ്വം എന്നാൽ ജീവിതം തപസ്സായി കരുതി വേദ ഇതിഹാസ പുരാണ പാരായണം ജപം ധ്യാനം എന്നിവ ചെയ്ത് താപസരായി കഴിയുന്നവരാണ് ബ്രാഹ്മണർ. അവരുടെ ഹൃദയം അഗ്നികുണ്ഡം പോലെയാണ്. താപാഗ്നി അവരുടെ നോക്കിലും വാക്കിലും പ്രകടമാവും. ശുദ്ധ മനസ്സുള്ളവരാണ്. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കില്ല. എതിർച്ചയാ വരുന്നതിൽ തൃപ്തരായിരിക്കും. അവരിലുള്ള സമ്പത്തുകൾ എല്ലാം തപസ്സിൻ്റെ ഫലമാണ്. അതിൽ തപശക്തിയുടെ അഗ്നി കൂടിയതുമാണ്. അവരുടെ സമ്പത്തിനെ അപഹരിച്ചാൽ അവൻ്റെ പിതൃക്കളും പിന്നത്തെ തലമുറകളും കുലവും നശിച്ചു പോകും. സംശയമേ വേണ്ട. അതാണ് ബ്രഹ്മസ്വം അപഹരിക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രാഹ്മണ്യം ഭൂമിയിൽ നിന്നും നഷ്ടമായി പോയി. എന്നാലും ചില ചിഹ്നങ്ങൾ ചിലരിൽ കാണാനുണ്ട്. ശാസ്ത്ര അറിവില്ലാത്ത ജനങ്ങൾക്ക് ബ്രാഹ്മണ ശബ്ദമല്ലാതെ അതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും അറിയില്ലല്ലോ. അതിനാൽ ചിഹ്നമുള്ളവരെ ബ്രാഹ്മണരായവർ കാണുന്നു. ഇവർക്ക് ഭക്തിയും വിശ്വാസവും ഇല്ലെങ്കിലും പൂർവ്വ ആചാരങ്ങളിൽ ഭയമുണ്ട്. എല്ലാവരും ഒരേപോലെ ആകണം എന്നില്ല. നല്ല ആളുകളുമുണ്ട്. അതിനാൽ ആചാരങ്ങളെ അനുകരിക്കുന്നു. ജാതി ബ്രാഹ്മണർക്ക് പണസമ്പാദനത്തിനൊരവസരവും കൂടിയാണ്. ജാതി ബ്രാഹ്മണത്തിൽപ്പെട്ടതല്ല, ഇന്നത്തെ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. പൂണുനൂലും കുറിയും അല്ലാതെ ശാസ്ത്ര പഠനങ്ങളോ ജപം ധ്യാനം പോലുള്ള തപസ്സോ ഇല്ല. ശാന്തി കഴിഞ്ഞാൽ ഇവർ മറ്റ് ജോലികൾക്ക് പോകുന്നു. ഇവർ ശരിക്കും വൈശ്യരാണ്. ഈ ബ്രാഹ്മണൻ്റെ സമ്പത്ത് അപഹരിച്ചാൽ പാപം അവരെ ബാധിക്കുകയേയില്ല. ഭയവും വേണ്ട. ഹരി ഓം.